സ്വയശോധന ആവശ്യമാണ്. സ്തോത്രം. ആമേൻ. അതിനായി നമുക്ക് ഈ വചനം ഉപകരിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാമത്തെ അധ്യായം 5-ാം വാക്യം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ആമേൻ. മതി. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യമാണ് വായിച്ചത്. അവിടെ വായിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി, നിങ്ങളെ തന്നെ ശോധന ചെയ്വി എന്നാണ് നാം വായിക്കുന്നത്, അല്ലെ? സ്തോത്രം. എക്സാമിൻ യുവർ സെൽഫ് എന്നാണ്. സ്തോത്രം. നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിക്കുക, ഒന്ന് ശോധന ചെയ്യുക എന്നാണ് വായിക്കുന്നത്. സ്തോത്രം. നോക്കൂ പ്രിയപ്പെട്ടവരെ, സാധാരണഗതി നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അവരെ എല്ലാ വർഷവും ഓരോ വർഷവും പുതിയ പുതിയ ക്ലാസ്സുകളിൽ പഠിക്കുകയാണ്. അവരങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ഒരു വർഷത്തിൽ അവർക്ക് 3 ടേമായിട്ടാണ് സ്കൂളിൽ നടക്കുന്നത്, അല്ലേ? ആദ്യത്തെ ഒരു ടേം, 2ാമത്തെ ടേം, 3ാമത്തെ ടേം. എന്നിട്ട് ഇവരെ കുറെ പഠിപ്പിക്കും, കുറെ പാഠങ്ങൾ പഠിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരെത്രത്തോളം ഈ പാഠത്തിൽ ഇവർക്ക് ഗ്രാഹ്യം കിട്ടി, പഠിപ്പിച്ച കാര്യങ്ങളിൽ ഇവർക്ക് എത്രത്തോളം അറിവുണ്ടായി എന്ന് മനസ്സിലാക്കാൻ അവർക്ക് എന്ത് ചെയ്യും? ടേം അനുസരിച്ചുള്ള പരീക്ഷകൾ നടത്തും, അല്ലെ? എക്സാമുകൾ നടത്തും. അങ്ങനെ ആ പരീക്ഷകൾ നടത്തും. ഓണ പരീക്ഷ എന്നും ക്രിസ്മസ് പരീക്ഷ എന്നും ഇയർ എൻഡ് പരീക്ഷ എന്നൊക്കെ നമ്മൾ വിളിക്കും, അല്ലെ? സ്തോത്രം. ഇങ്ങനെ പരീക്ഷകൾ നടത്താറുണ്ട്. നമ്മൾ പറയോ, അയ്യോ അത് പാടില്ല, കുട്ടികളെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല, പരീക്ഷ പാടില്ല എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? അനിവാര്യമാണ്, അല്ലെ? സ്തോത്രം. നോക്കുക, ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക. ആ കമ്പനി അത് നടന്നു പോകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് ചെയ്യും? ഈ കമ്പനി നല്ല നിലയിലാണോ പോകുന്നത്, ഉദ്ദേശിച്ച നിലയിലുള്ള വളർച്ച, അതിനുള്ള ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു എത്തല് ഇതിന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യും? കമ്പനി ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കില്ലേ, അല്ലേ? പരിശോധന നടത്തില്ലേ? ആനുവൽ റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തില്ലേ? സ്തോത്രം. സംഭവിക്കും, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർമാർ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തെ പരിശോധിക്കാൻ, വേറെ എന്തെങ്കിലും കേടാണോ എന്നറിയാൻ പരിശോധനകൾ നടത്താൻ നമ്മളോട് പറയല്ലേ? ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ, അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് വാ എന്ന് പറയും. ഇനി നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും സാധാരണഗതിയിൽ ഇന്ന് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യും? ഒരു ഫുൾ ബോഡി ചെക്കപ്പ്, അല്ലെ? സ്തോത്രം. എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ, വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഫുൾ ബോഡി ചെക്കപ്പുകൾ നമ്മൾ 6 മാസം കൂടുമ്പോൾ പൊതുവെ ഇപ്പോൾ ആളുകൾ നടത്തി വരുന്നത്. ഇപ്പോൾ ഈ ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് കൊണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് നടത്താവുന്നത് കൊണ്ട് 6 മാസം കൂടുമ്പോഴൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഫുൾ ബോഡി ചെക്കപ്പുകൾ നടത്താറുണ്ട്. സ്തോത്രം. രോഗങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനോടുള്ള ആഗ്രഹം കൊണ്ടല്ല, ഒന്നും ഇല്ലല്ലോ എന്ന് സമാധാനിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോഴെന്താ ചെയ്യുന്നത്? നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും മനുഷ്യർക്ക് എന്തുണ്ട്? ഒരു റിവ്യൂ ഉണ്ട്, അല്ലെ? ഒരു പുനർവിചിന്തനമുണ്ട്, ഒരു ചിന്തയുണ്ട്. എന്തായിരിക്കുന്നു, എങ്ങനെ ആയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന എല്ലാവർക്കും ഉണ്ട്. സ്തോത്രം. എന്നാൽ ആരും പറയാറില്ല പരിശോധന ആവശ്യമില്ല, അല്ലെ? വീണ് ഒരാൾക്ക് നല്ല സീനേച്ചി പറഞ്ഞു, താൻ വീണു, ബുദ്ധിമുട്ട് വന്ന് ഹോസ്പിറ്റലിൽ ചെന്നു, വേദനയുണ്ട്, ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഉടനെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അല്ലാതെ ഇപ്പൊ പറ്റുമോ? ഇല്ല, നമുക്ക് അനിവാര്യമാണ്, അല്ലെ? സ്തോത്രം. അനിവാര്യമാണ് ആ ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എക്സാം വേണ്ടാന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ചെക്കപ്പ് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം സ്തോത്രം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഉതകുന്നതും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കാണ് അവരുടെ പഠന നിലവാരം എത്രയായി എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒക്കെ ഉള്ളതാണ് ഈ പരീക്ഷകൾ, എക്സാമിൻ എന്ന് പറയുന്നത്, അല്ലെ? സ്തോത്രം. അപ്പോൾ എന്നാൽ വളരെ സങ്കടകരം എന്ന് പറയുന്ന കാര്യം, എല്ലാത്തിനെ കുറിച്ചും മനുഷ്യർക്ക് ഈ വിധത്തിലുള്ള പരിശോധനകൾ ഉണ്ടെങ്കിലും തങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമായ പരിശോധന ദൈവമക്കളിൽ കാണാറില്ല. സ്തോത്രം. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്?
മാർക്ക് എത്രയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്, സാലറി എത്രയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്, നമ്മുടെ ഹെൽത്ത് റിപ്പോർട്ട് അല്ലെ നമ്മൾ തമ്മിൽ കാണുമ്പോ നമ്മൾ ചോദിക്കും അല്ലേ, സ്തോത്രം എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ആരോഗ്യമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു അല്ലേ, സ്തോത്രം. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ നിങ്ങളുടെ ആത്മീക നില എങ്ങനെയായിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്ന നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് കൺസേണോടെ ചോദിക്കുന്ന എത്ര പേരുണ്ട്? കാരണം എന്താ, നമുക്ക് ഇവിടെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ശരീരത്തെ കുറിച്ചുള്ളത്രയും സ്തോത്രം ഇവിടെ നമ്മൾ എത്ര നേട്ടം നേടിയാലും ആ നേട്ടം എല്ലാം ഒഴിവാക്കി പോകേണ്ടി വരുന്നതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടും അതിനൊന്നും കൊടുക്കുന്ന ഒരു വില നമ്മുടെ ആത്മീക ജീവിതത്തെ സംബന്ധിച്ചില്ല എന്നത് എത്ര ദുഃഖകരമാണ്. ഹലോ സ്തോത്രം, എത്ര വേദനയാ അല്ലെ? കാരണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ നേടിയെടുത്തെന്ന് പറഞ്ഞാലും അതെല്ലാം ഈ ഭൂമിയിലെ നമ്മുടെ 70 80 വർഷത്തെ ജീവിതത്തിലേക്ക് മാത്രം ഉപയോഗപ്പെടുന്നതാണ്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നതോ അത് ഇവിടെയുള്ള കേവലം ആ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് വരുവാനുള്ള നിത്യകാലമുള്ള നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് നാം തിരിച്ചറിയണ്ടേ. സ്തോത്രം. അപ്പോൾ നമ്മുടെ പ്രയർ ലൈഫിനെ കുറിച്ച്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ഒരു ചിന്തയില്ല. പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്നാണ്. സ്തോത്രം. സ്തോത്രം. നോക്കുക, when did you last examine your faith എന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ സ്തോത്രം തന്റെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ചോദിച്ചതാ, നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അവസാനമായി സ്തോത്രം പരിശോധിച്ച ദിവസം ഏതാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തെ കൊള്ളാമോ, എന്റെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നെന്ന് നിങ്ങൾ അവസാനമായിട്ട് ചിന്തിച്ചൊരു ദിവസത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് പ്രസംഗം കേൾക്കുമ്പോ പോരാ, ശരിയാ, പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ചല്ല. ഒരു സ്വയമായ ശോധന, ഒരു സ്വയമായ ഒരു പുനർവിചിന്തനം നമ്മുടെ ആത്മീക ജീവിതത്തെ കുറിച്ച് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? നോക്കൂ, നമ്മളിപ്പോ 2025 ഈ ഒടുവിലത്തെ ആഴ്ചയിലേക്ക് വന്നിട്ട് നിൽക്കുകയാണ്. ഇനി ചില ദിവസങ്ങളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ കഴിഞ്ഞാൽ 2025 എന്ന ഈ വർഷവും അവസാനിക്കും. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. എന്നാൽ ആ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാവോ? സ്തോത്രം. ഈ കഴിഞ്ഞ വർഷങ്ങൾ, കഴിഞ്ഞ മാസങ്ങൾ നമ്മൾ എങ്ങനെയാണ് കടന്നുപോയത്? നമ്മുടെ ജീവിതം ഏത് വിധത്തിലായിരുന്നു? നമുക്ക് വേണ്ട വിധത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവിന് വേണ്ടി വേണ്ട വിധം സ്തോത്രം ഒന്ന് നിലനിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിന് പ്രസാദമുള്ളതായിരിക്കുമോ? എല്ലാവർക്കും നമ്മൾ ഗുഡാണ്. സ്തോത്രം. കുടുംബത്തിൽ നമുക്ക് കൊള്ളാം, നന്നായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അവർ വളരെ ബെറ്റർ ആണ്. ജോലി സംബന്ധമായി നമുക്ക് കുഴപ്പമില്ല. എല്ലായിടത്തും നമ്മൾ ബെറ്റർ ആണ്. ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, കർത്താവിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, നമ്മൾ യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കൊള്ളാടാ, ഈ വർഷം നീ എനിക്ക് വേണ്ടി നന്നായി വേല ചെയ്തു എന്ന് നമ്മെ കുറിച്ച് പറയുന്ന വിധം, ഹലോ, ആ വിധത്തിൽ നമുക്കൊന്ന് ആയിത്തീരാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. നമുക്ക് അങ്ങനെ ഒരു പരിശോധന ആവശ്യമല്ലേ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2025? നന്നായി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? സ്തോത്രം. എങ്ങനെയുണ്ടായിരുന്നു? എത്ര പേർ ഈ 2025 ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപവസിച്ചിട്ടുണ്ട്? ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. ഞാൻ പറഞ്ഞത് വേറെ ഒരു കാര്യത്തിനു വേണ്ടിയല്ല, സ്വയം ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി എത്ര ദിവസം ഉപവസിച്ചിട്ടുണ്ട്? എത്ര ദിവസം? അങ്ങനെ ഉപവസിച്ചവരെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നോക്കൂ, നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. സ്തോത്രം. എത്ര സമയം ദൈവവചനത്തിന്റെ മുമ്പിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്? എത്ര സമയം? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഞാനിത് പറയും, ഞാൻ എന്നെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുക. എത്ര നേരം നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഇരുന്നു? എത്ര സമയം നമുക്ക് തന്നു ദൈവം? നമുക്ക് എല്ലാവർക്കും 365 ദിവസം തന്നെ തന്നല്ലോ. ആർക്കെങ്കിലും കുറച്ച് തന്നോ? എല്ലാവർക്കും തന്നില്ലേ?
ആഴ്ചയിൽ 7 ദിവസം തന്നെയല്ലേ എല്ലാവർക്കും, അല്ലേ? 24 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടിയാൽ ഉറപ്പല്ലേ? അത്രയും തന്നപ്പോ എത്ര നേരം നാം ദൈവത്തിന്റെ മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ നാം നിന്നിട്ടുണ്ട്. എത്ര സൺഡേകളിൽ നമ്മൾ ആരാധനയ്ക്ക് വന്നു. അലക്ഷ്യമായി നാം ആരാധനയെ മുടക്കിയ നേരം നമുക്കുണ്ടായിട്ടുണ്ടോ? രോഗിയായിട്ട് നിങ്ങൾ കിടന്നപ്പോഴുള്ള കാര്യമല്ല ഞാൻ ചോദിക്കും. നല്ലാണ് ആത്മീയ കൂട്ടായ്മകളെ നമ്മൾ എങ്ങനെയാ കണ്ടത്? നമ്മുടെ വിശ്വാസം കൂടുവാണോ ചെയ്തത്, കുറയുവാണോ ചെയ്തത്? 2025 ഇത്രയും കഴിഞ്ഞു വന്നപ്പോ 1 വർഷത്തിന്റെയും കൂടെ ജീവിതാനുഭവം നമുക്ക് നേടിയതിനു ശേഷം നമ്മുടെ വിശ്വാസം കൂടിയോ, നമ്മുടെ വിശ്വാസം കുറഞ്ഞോ? ഒരു പരിശോധന വേണ്ടേ? നമുക്കൊരു വാഹനം നമ്മൾ വാങ്ങിയാലേ ആ വാഹനം ഇങ്ങനെ വാങ്ങിയ ഉടനെ പിന്നെ അങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കലാണോ? ഇടയ്ക്കിടയ്ക്ക് ഈ വാഹനം കൊണ്ടുപോയി സർവീസിന് കയറ്റണം. വാഹനം വാങ്ങുമ്പോൾ ഒരു സർവീസ് ബുക്ക് കിട്ടും, അല്ലെ? സർവീസിനുള്ള ബുക്ക് കിട്ടും. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആദ്യത്തെ 1000 കിലോമീറ്റർ പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഷോറൂമിൽ വണ്ടി കൊണ്ടുവന്നിരിക്കണം. നമ്മൾ അവിടെ കൊണ്ടുപോയി വണ്ടി കൊടുക്കി, അവരതെല്ലാം ചെക്ക് ചെയ്ത് ഓയിലൊക്കെ വേണ്ടതെല്ലാം മാറ്റി എല്ലാ കാര്യം ചെയ്ത് നമുക്ക് തരും. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുമ്പോൾ വണ്ടി ഉപയോഗിക്കുന്ന ഒരാലോചിച്ച് നോക്കി. ആ വണ്ടി ഞാൻ സാധാരണ ചിന്തിക്കും, കുറേ ദിവസത്തെ ആ വണ്ടിയുടെ ആ ഒരു വല്ലാത്ത പിടുത്തവും മറ്റു കാര്യങ്ങളെല്ലാം തീരും. ഈ സർവീസ് കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടുമ്പോൾ എന്തൊരു സ്മൂത്ത് ആയിരിക്കും വാഹനം ഓടിക്കാൻ അറിയാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകും. ഒരു വാഹനത്തിന് ഇങ്ങനെ സർവീസ് ഉണ്ട്, എല്ലാത്തിനും ഇതുണ്ട്. പക്ഷെ നമുക്കൊരു ആത്മീയ ജീവിതത്തിന് മാത്രം ഇല്ലേ? ഒരു പരിശോധന നമുക്ക് ആവശ്യമല്ലേ? പൗലോസ് പറയുകയാണ്, കൊരിന്ത്യരോട് പറയുകയാണ്, കൊരിന്ത്യരെ ഇവരാരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അവിടെയാണ് അതിശയം. കാരണം ഈ കൊരിന്ത്യ സഭയെ കുറിച്ച് 1 കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളെ കുറിച്ച് എനിക്ക് എന്തൊരു അഭിമാനമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം, നിങ്ങളുടെ ആത്മീയ സന്തോഷം, നിങ്ങളിലുള്ള കൃപാവരങ്ങൾ, അല്ലെ? ഒരു കൃപാവരത്തിന് കുറവില്ലാത്തൊരു സഭ. അങ്ങനെ എല്ലാ നിലകളിലും ഇവരിങ്ങനെ വളരെ പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം ബെറ്റർ ആയിരിക്കുന്ന ഒരു സഭയോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്. പാസ്റ്റർ, അതൊന്തൊരു ചോദ്യം പാസ്റ്റർ. ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലേ ഞങ്ങൾ വിശ്വാസത്തിലാണെന്ന്? പൗലോസ് പറയുന്നുണ്ടോ, ഈ പുറത്ത് കാണുന്നതൊന്നും അല്ല യഥാർത്ഥം. നിങ്ങളുടെ അകത്ത് എങ്ങനെയാണ്? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ പരീക്ഷിപ്പീൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഈ വിശ്വാസത്തിൽ ഇരിക്കുക തന്നെ ഏത് വിശ്വാസത്തിന്റെ കാര്യം പറയുന്നതെന്നും ചിന്തിക്കണം. ഏത് വിശ്വാസത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്? വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യെസ്. നിങ്ങൾ മാത്രമല്ല കേട്ടോ, സാത്താനും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് കാണരുത്. സാത്താനും അത് വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഉണ്ടെന്ന് നമ്മളെക്കാൾ കാര്യമായിട്ട് വിശ്വാസമുള്ള ആള് സാത്താനും. നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സംശയമുണ്ട്, അല്ലെ? പക്ഷെ സാത്താൻ ഒരു സംശയമില്ല, അവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. വിശ്വസിക്കുക മാത്രമല്ല, അവന്റെ മുമ്പിൽ വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അപ്പൊ ദൈവം ഉണ്ടെന്നൊരു വിശ്വാസമോ ആ ദൈവം യേശു ആണ് എന്നൊരു വിശ്വാസമോ അല്ല നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ചോദിക്കും. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? പറഞ്ഞോ, നമുക്കറിയാവുന്ന ഡെഫിനിഷൻ ആണല്ലോ. എന്താണത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ശരി, ഞാൻ അതിനെ തന്നെ എടുക്കാം. അത് തന്നെ ഞാൻ എടുക്കുക. ഇനി ഒട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓൾറെഡി ഇത് ഇച്ചിരി കത്തി കയറ്റുന്ന പരിപാടിയാ. എന്നാ പിന്നെ ഇനി ഞാൻ വലിയ വാക്കത്തിയൊന്നും എടുത്ത് പ്രയോഗിക്കുന്നില്ല. ആ വാക്യം തന്നെ എടുക്കാം നമുക്ക്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഞാൻ മുമ്പ് ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ ഒക്കെ അർത്ഥം വേറെ നിലയിൽ എടുക്കണം. ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പ്. നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടും. അതാണോ ആശിക്കുന്നതിന്റെ ഉറപ്പ്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നമ്മൾ കാണാത്ത സ്തോത്രം, ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു BMW കാറ്, അതാണോ നമ്മുടെ സ്വപ്നം? കാണാത്ത കാര്യങ്ങൾ.
അല്ല, പിന്നെ എന്താണത്? എന്താണ് ആശ? പ്രത്യാശയുടെ ഉറപ്പാന്നാ ശരിക്കും അതിന്റെ വാക്ക്, അല്ലെ? പ്രത്യാശയുടെ എന്താ പ്രത്യാശ? നാം കാണുന്നതൊന്നും പ്രത്യാശയല്ല, കാണുന്നതൊന്നും അല്ല പ്രത്യാശ. കാണാത്തതിനായി നാം കാത്തിരിക്കുക. എന്താ നമ്മുടെ പ്രത്യാശ? നമ്മുടെ കർത്താവ് മഹിമയിൽ ഇറങ്ങി വരുമെന്നതുള്ളതാണ് നമ്മുടെ പ്രത്യാശ. നാം അവനെ കാണുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും എന്നതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് ആശിക്കുന്നതിന്റെ ഉറപ്പ്. ഞാൻ ആശിക്കുന്നത് എന്താണ്? എന്റെ യേശുവിന്റെ വരവിൽ ഞാൻ ചേർക്കപ്പെടും, അന്ന് ഞാൻ അവനെ പോലെ ആകും. അതാണ് എന്റെ ആശ, അതാണ് എന്റെ പ്രത്യാശ, അതിന്റെ ഉറപ്പ്, അതാണ് വിശ്വാസം. ഇന്ന് യേശു വന്നാൽ, ഒരു ഉദാഹരണം വളരെ പറഞ്ഞാൽ, ഇപ്പോൾ യേശു ഇവിടെ വന്നാൽ ആ വരുന്ന വരവിൽ ഞാൻ ഉറപ്പായും എടുക്കപ്പെടുമെന്നുള്ള ധൈര്യമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഹലോ, സ്തോത്രം. മാത്രമല്ല, ആശിക്കുന്നതിന് ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാണാത്ത കാര്യം ഏതാ? ഈ ഭൂമിയിൽ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് നമ്മൾ കണ്ടില്ലെന്നേ ഉള്ളൂ, മനുഷ്യർ കണ്ടില്ല എന്നില്ല. പിന്നെ എന്താണ് കാണാത്ത കാര്യങ്ങൾ? കാണാത്തത് നിത്യമാണ്, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. എന്താണ് കാണാത്തത്? കാണാത്ത കാര്യങ്ങൾ നിത്യതയുമായി ബന്ധപ്പെട്ടത്. ആ സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, അവിടുത്തെ നന്മ നാം കണ്ടിട്ടില്ല, അവിടെയുള്ള നമ്മുടെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹലോ, സ്തോത്രം. ഒരിക്കലും വിശ്വാസത്തെ നമ്മൾ എന്തുമായിട്ട് കാണരുത്. സ്തോത്രം. പള്ളിയിൽ ഞാൻ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്, അതുകൊണ്ട് എന്റെ വിശ്വാസം ഓക്കെയാണ്, ധരിച്ചു പോകരുത്. സ്തോത്രം. ഞാൻ ജനിച്ചതേ ഒരു വിശ്വാസിയായിട്ടാണ്, അതുകൊണ്ട് നാം വിശ്വാസിയാണെന്ന് ധരിക്കരുത്. ഞാൻ ഏതായാലും പള്ളിയിലൊന്ന് ഞാൻ ഈ സ്വർണവും ഇതും എല്ലാം ഒഴിവാക്കിയില്ലേ, അതുകൊണ്ട് എന്താ? അതുകൊണ്ടും നാം ഒരു വിശ്വാസിയാണെന്ന് ധരിച്ചു പോകരുത്. ഞാൻ നന്നായി പാട്ട് പാടുന്നുണ്ടല്ലോ, ഞാൻ കൈയടിക്കുന്നുണ്ടല്ലോ, ഞാൻ ആരാധിക്കുന്നുണ്ടല്ലോ, ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ, ഒന്നും വിശ്വാസം ഉണ്ടെന്നതിന്റെ അടയാളമേ അല്ല. നമ്മൾ ഈ പുറമെ കാണിക്കുന്നത് ഒന്നുമല്ല വിശ്വാസത്തിന്റെ അടയാളം. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ? ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ബിലീവിംഗ് ജീസസ് ക്രൈസ്റ്റ് alone for salvation. നമ്മുടെ രക്ഷയുടെ ഏക കാരണക്കാരൻ യേശുവാണെന്ന വിശ്വാസമാണ്. ഹലോ, സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ടില്ലേ? രക്ഷിക്കപ്പെടാൻ വേറെ വഴി ഉണ്ടായിരുന്നു, പിന്നെ യേശുവിൽ വന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കരുത്. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് ഏക മാർഗം കർത്താവായ ക്രിസ്തു എന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. യേശുമായിട്ടുള്ള നിനമ്രതയുള്ള ജീവിതം, സ്തോത്രം. ആ റിലേഷൻഷിപ്പ്, യേശുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. മാത്രമല്ല, വിശ്വാസം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ഹലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്നാണ് വചനം പറയുന്നത്. ക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അവന്റെ നോട്ടം വ്യത്യസ്തമാണ്, അവന്റെ ഭാവം വ്യത്യസ്തമാണ്, അവന്റെ ചിന്തകൾ വ്യത്യസ്തമാണ്, അവന്റെ ആലോചനകൾ വ്യത്യസ്തമാണ്. അവൻ സമ്പൂർണമായി പുതുതായിരിക്കുന്നു. ഹലോ, സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിശ്വാസം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ പരീക്ഷിപ്പീൻ. യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾ പ്രവൃത്തിയില്ലെങ്കിൽ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ്. ചിലവര് എനിക്ക് ദൈവത്തെ വിശ്വാസം, പക്ഷെ ആര് പറഞ്ഞാലും ആണു വിട ഞാൻ മാറത്തില്ല, ഭയങ്കര വിശ്വാസം എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കളയും. പക്ഷെ എങ്ങനെയെങ്കിൽ നിന്റെ വിശ്വാസം എങ്ങനെയെന്ന് നീ ഒന്ന് തെളിയിക്കും. നിന്റെ വിശ്വാസത്തെ നീ എന്ത് ചെയ്യണം? ഒന്ന് തെളിയിക്കൂ. എങ്ങനെയാ തെളിയിക്കേണ്ടത്? പ്രവൃത്തിയിലൂടെ. നമുക്ക് മാതൃകയുള്ള അബ്രഹാമിനെ കുറിച്ചാണ് യാക്കോബ് അവിടെ പറയുന്നത്. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അപ്പൊ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആ നീ അത്രയും വിശ്വസിക്കുന്നുണ്ട്, എന്നാ ഞാൻ നോക്കട്ടെ, ഒരു കാര്യം ചെയ്യും. നിന്റെ മോനില്ലേ, കുറെ വർഷം കാത്തിരുന്ന് നീ സ്വപ്നം കണ്ടു വാങ്ങിയ നിന്റെ വാഗ്ദത്തത്തിന്റെ സന്തതിയായ ഇസഹാക്കില്ലേ, അവനെ എനിക്കിങ്ങ് തന്നേക്ക്. എങ്ങനെ യാഗം കഴിക്കണം? നിന്നോട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇമാതിരി ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള വിശ്വാസം പോയി എന്നാണോ അബ്രഹാം പറഞ്ഞത്? അബ്രഹാം പറഞ്ഞു, കർത്താവേ,
നീ ഇസഹാക്കിനെ ചോദിച്ചാലും വേണ്ടില്ല, എന്നെ തന്നെ തിരിച്ചു ചോദിച്ചാലും വേണ്ടില്ല, നിന്നോടുള്ള വിശ്വാസത്തിന് ഒരു കുറവുമില്ല. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് തന്റെ മകനെയും എല്ലാം വേണ്ട സാധനങ്ങൾ ഒരുക്കി യാഗം കഴിക്കാൻ വേണ്ടി പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? അവൻ ആ ദൈവത്തിലുള്ള വിശ്വാസം. അതെങ്ങനെയാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്? യാഗം കഴിച്ചു എന്നാണ് പുതിയ നിയമം പറയുന്നത്. സത്യത്തിൽ വിശ്വാസത്താൽ അവൻ എന്ത് ചെയ്തു? യാഗം കഴിച്ചു. സ്തോത്രം. എങ്ങനെ യാഗം കഴിച്ചു? സ്തോത്രം. അവൻ ഓൾറെഡി മനസ്സുകൊണ്ട് യാഗം കഴിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ പ്രവൃത്തിയെ അവിടെ നടക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവൻ ആ കുഞ്ഞിന്റെ മേൽ കത്തിയെടുത്ത് വീശാൻ തുടങ്ങുന്നതിന് മുൻപ് ദൈവം അവനെ വിളിച്ചു, അബ്രഹാമേ, നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അങ്ങനെ പ്രവൃത്തി കൊണ്ട് താൻ വിശ്വാസം ഉള്ളവനെന്ന് ദൈവത്തിന്റെ മുമ്പിൽ തെളിയിച്ചുകൊണ്ട് വിശ്വാസത്താൽ അവൻ നീതിമാനെന്ന് പേര് വിളിക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി എവിടെ? ഹലോ, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി എവിടെയാണ്? സ്തോത്രം. വിശ്വാസത്തിനൊരു പ്രവൃത്തിയില്ലേ? അതാണ് ചോദിക്കുന്നത്. സ്തോത്രം. പൗലോസ് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുക. ആർ യു ഇൻ ദ ഫെയ്ത്ത്? നിങ്ങൾ വിശ്വാസത്തിലാണോ? ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെറുതെ ഒരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. വളരെ സീരിയസ് ആയി ദൈവം ചോദിക്കുക സഭയോട്, ആർ യു ഇൻ ദ ഫെയ്ത്ത്?